അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷി ആരംഭിക്കുകയാണ്. ഞാൻ സൗജി, ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2/6/2023 ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ 6 നിയോഗങ്ങൾ എനിക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ എല്ലാം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അതിൽ ആദ്യത്തേത് 7 വർഷമായി ഞാനൊരു കരാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തൃപ്തിയോടല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും മനസ്സിനൊരു സന്തോഷമൊന്നും കിട്ടുന്നില്ലായിരുന്നു. എടുക്കുന്ന അത്ര എഫേർട്ട് നമുക്ക് തിരിച്ച് കിട്ടാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് കൂടെ ജോലി ചെയ്തിരുന്നവർ കൃപാസനം മാതാവിനെക്കുറിച്ച് എന്നോട് പറയുകയും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ പ്രഭാഷണം കേൾക്കുകയും ഭയങ്കര സന്തോഷം തോന്നുകയും അന്ന് ഉടമ്പടി എടുത്തില്ല. പോയിട്ട് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഉണ്ടായ അനുഭവങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതകരമായ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടായത്. ഒന്നാമത്തേതാണെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. മുമ്പ് എടുത്തിരുന്ന അത്ര എഫേർട്ട് എനിക്ക് പിന്നീട് ജോലിക്ക് എടുക്കേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ അതുപോലുള്ള നമ്മൾ പ്രവർത്തിക്കുന്നതിനെക്കാട്ടി കൂടുതൽ സന്തോഷവും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടാനും തുടങ്ങി. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ കൊറോണയുടെ സമയത്ത് കൊറോണ കഴിഞ്ഞ് നമ്മൾ വാക്സിൻ എടുക്കത്തില്ലേ, വാക്സിൻ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അധികമായില്ല, ഒരാഴ്ചക്കുള്ളിൽ ഭയങ്കര പനി വരികയും ആ പനി കഴിഞ്ഞ് കുറേ നാളുകളോളം ഒരു 6 മാസത്തോളം എനിക്ക് ഈ തോളിൻ്റെ പിറകിൽ അതികഠിനമായ വേദന ഉണ്ടായിരുന്നു. സ്കൂട്ടർ ഓടിച്ച് ഒത്തിരി ദൂരമൊന്നും പോകാൻ മേല, മുടി കെട്ടാൻ മേല, ഉടുപ്പിൻ്റെ സിബൊന്നും ഇടാൻ മേല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ വേറെ ആരോടൊന്നും ഇത് പറഞ്ഞില്ല. ഞാനിവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി പുതുക്കലിൽ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും അത് വേഗം എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല, അതെൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. 3ാമത്തെ കാര്യം, കൊറോണയുടെ സമയം കഴിഞ്ഞപ്പം മുതൽ ഇടവിട്ട് എപ്പോഴും പനിയും ജലദോഷവും ഒച്ചയെടുപ്പും ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അതൊക്കെ ഇടയ്ക്ക് വരുന്ന പോലെ തന്നെ പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. ജോലിയുടെ സ്ട്രെയിൻ കൊണ്ടാണെന്ന് അറിയത്തില്ല, മിക്കപ്പോഴും പനി വരും. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു സമയം 6 മാസം മുന്നേ ഇങ്ങനെ ഒരു പനി വന്നിട്ട് ഒച്ച കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് ജോലി സ്ഥലത്ത് ഒത്തിരി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഒച്ച പുറത്ത് വരാത്തത് കാരണം ഭയങ്കര വിഷമമായിരുന്നു. എല്ലാവരും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഒന്നും പറയാൻ പറ്റാതെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ 3ാമത് ഉടമ്പടി പുതുക്കലിന് വന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോവുകയും ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതെല്ലാം മാറി എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്ത്. ശബ്ദം വരുന്നില്ലായിരുന്നു, കാറ്റ് മാത്രമേ വരുള്ളൂ എന്തെങ്കിലും പറയാനാണെങ്കിൽ. 4ാമത്തെ ആണെങ്കിൽ എനിക്ക് 2 ആമ്പിള്ളേരാണ്. അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, എന്നാലും എനിക്കൊരു പെൺകുഞ്ഞിനെ കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷേങ്കിൽ അങ്ങനെ പരിഭവം പിണക്കമായിട്ടല്ല, ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെയുള്ളതിലായിരുന്നു. അങ്ങനെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി സ്കൂട്ടറിൽ കയറി കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ വയറിൻ്റെ ഈ ഇടത് ഭാഗത്തിലായിട്ട് നമ്മുടെ 5ാം മാസത്തിലൊക്കെ കുഞ്ഞുങ്ങളുടെ ചവിട്ടത്തില്ലേ, ആ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. അപ്പം തൊട്ടടുത്ത മാസം എനിക്കിങ്ങനെ 1 മാസം വയറ്റിലൊരു കുഞ്ഞുള്ളതായിട്ട് സ്കാൻ റിപ്പോർട്ടിൽ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു ബ്ലീഡിങ് ആണ്, ബെഡ് റെസ്റ്റ് വേണം, കംപ്ലീറ്റ് റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ, അപ്പോൾ ജോലി റിസൈൻ ചെയ്യേണ്ടി വരുമോ, ജോലി ഇല്ലാതെ എങ്ങനെ മുന്നോട്ട്, ഭയങ്കര വിഷമം. എന്നെ വീൽ ചെയറിലാണ് അവിടെ നിന്ന് റൂമിലോട്ട് കൊണ്ടുപോയത് ഡോക്ടർ. 4 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അനങ്ങാൻ പറ്റത്തില്ല, അതുപോലെയാണ് അവസ്ഥയെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച്
അത് കഴിഞ്ഞിട്ട് ഞാനപ്പം അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവേ ജോലിയില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് എന്നൊക്കെ പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് 1 മാസം മെഡിക്കൽ ലീവ് എടുത്ത് ഫുൾ റെസ്റ്റ് എടുത്ത് വീട്ടിൽ. അത് കഴിഞ്ഞ് കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പം സ്കാൻ ചെയ്യാൻ വേണ്ടി ചെല്ലാൻ ഡോക്ടർ പറഞ്ഞു. സ്കാൻ ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം സ്കാനിങ്ങിന് വിളിച്ച് കൂടുതൽ നേരം സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇനി വല്ല ബ്ലീഡിങ്ങോ സ്കാനിങ്. ഞാൻ കരഞ്ഞു മാതാവിനോട് കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. മാതാവേ, ഇങ്ങനെ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് ജോലിക്ക് പോകാൻ പറ്റണമെന്ന് പറയണേ ഡോക്ടർ, എന്നാൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് പോവാം, എവിടെ വേണമെങ്കിലും പോവാം, ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അടുത്ത സ്കാനിങ്ങിന് മുന്നേ സാക്ഷ്യം പറയാൻ വേണ്ടി ഇതുപോലെ യാത്ര ചെയ്യാൻ പോലും ചില ദിവസങ്ങളിൽ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയം. രാവിലെ ഉറക്കണിക്കുമ്പം ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ആത്മീയമായിട്ട് വളരെയധികം മെച്ചപ്പെട്ടിരുന്നു. മുമ്പ് നല്ല ഈശ്വരവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം വല്ലാത്തൊരു കോൺഫിഡൻസ് ലെവലുണ്ട് നമുക്ക്. അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കൈവരിച്ച് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ഇരിക്കുന്നൊരു അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ ജീവിക്കുന്നത്. അത്രയും എനിക്ക് ആത്മീയത കൈവരിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ബഡ് സ്കൂള്, അതിദരിദ്രർ, അങ്ങനെ കുറേ കമ്മ്യൂണിറ്റികളുണ്ട്. അവർക്കെല്ലാം വേണ്ട സേവനങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു. പത്രങ്ങൾ കൃത്യമായിട്ട് എല്ലാവരിലും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമായിരുന്നു. ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കൃത്യമായി കേൾക്കുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാം യൂട്യൂബിൽ ഓൺലൈൻ വഴി കാണുമായിരുന്നു. പറ്റുന്ന പോലെ മാക്സിമം സമയം കണ്ടെത്തി ബൈബിൾ വായിക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇതുപോലെ ആത്മീയ ജീവിതം വളരെ മെച്ചപ്പെടുത്തി തന്നതിന് കൃപാസന മാതാവിന് കോടാനുകോടി നന്ദി.